അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ നിന്ന് കാണാതായവരെ കണ്ടെത്താനായില്ല. തീപിടുത്തത്തെ തുടർന്ന് ഫയർ ഫൈറ്റിംഗിൽ ഏർപ്പെട്ട 4 പേരും കപ്പലിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ കുടുങ്ങിപ്പോയിരിക്കാമെന്നാണ് കരുതുന്നത്. തീ പൂർണ്ണമായി അണച്ച ശേഷം ദൗത്യസംഘം കപ്പലിനകത്തുകൂടി തെരച്ചിൽ നടത്തും. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ആ 4 പേർ എവിടെയാണ്, എന്താണ് അധികൃതർ പറയുന്നത്? കൃഷ്ണരാജ്, ഈ കാണാതായ 4 ജീവനക്കാരും കപ്പലിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് രക്ഷാദൗത്യ സംഘമുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ഈ കപ്പലിലെത്തി 95% അണയ്ക്കാനായി എന്നാണ് രക്ഷാദൗത്യ സംഘത്തിൻ്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 11 ദിവസമായി വിശ്രമമില്ലാതെ തുടരുന്ന പ്രവർത്തനങ്ങളാണ്. തീ അണയ്ക്കൽ ഈ രക്ഷാദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കപ്പലിനുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ആയിരുന്നു ഒരു പ്രധാന വെല്ലുവിളി. ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒരു ആശ്വാസകരമായി ഇപ്പോൾ രക്ഷാദൗത്യ സംഘം കാണുന്നത്. എന്തായാലും കപ്പലിന് പുറമേ നിന്ന് നോക്കിയാൽ എവിടെയും തീ കാണാനില്ല എന്നാണ് രക്ഷാദൗത്യ സംഘം ഇപ്പോൾ നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. ഇനി കപ്പലിനുള്ളിൽ തീ എവിടെയെങ്കിലും കത്തുന്നുണ്ടോ എന്നറിയാൻ കപ്പലിൽ ഇറങ്ങി കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അതിനായി ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് തന്നെ സാൽവേജ് സംഘം ഹെലികോപ്റ്റർ മുഖേന ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തും. ഈ കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരാണ്. ഇതിൽ 18 പേരെ രക്ഷപ്പെടുത്തി. വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ആളുകളിൽ പലരും ആശുപത്രികൾ വിട്ടു തുടങ്ങി. പക്ഷേ ഇനിയും കാണാനുള്ളത് 4 ജീവനക്കാരാണ്. ഇവർ എന്തായാലും കപ്പലിനുള്ളിൽ കുടുങ്ങിക്കിടക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് രക്ഷാദൗത്യ സംഘമുള്ളത്. ഇന്നിപ്പോൾ കപ്പലിലിറങ്ങി പരിശോധന നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സാൽവേജ് സംഘം. ഇന്നലെ കപ്പൽ കേരള തീരത്ത് നിന്നും 75 നോട്ടിക്കൽ മൈൽ അകലെ വരെ എത്തിയിട്ടുണ്ട് എന്നും രക്ഷാദൗത്യ സംഘം അറിയിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്, അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിൽ നിന്ന് കാണാതായവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കപ്പലിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ തീ പൂർണ്ണമായി അണച്ച ശേഷം മാത്രമേ ദൗത്യസംഘത്തിന് കപ്പലിനകത്ത് തിരച്ചിൽ നടത്താനാകൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.